കറ കളഞ്ഞ ഒരു ഉദ്യോഗസ്ഥനാണ് ഈ ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്നത്. അവിടെ അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട്. കുറ്റം ചെയ്തിട്ടും അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് അതിനൊരു അർത്ഥം. ഇത് തങ്ങൾക്കെതിരായി വരുമെന്നുള്ള തെറ്റായിട്ടുള്ള ധാരണയിൽ ആരോഗ്യമന്ത്രി എടുത്ത നിലപാടുകളാണ്. ആ നാടകങ്ങളുടെ അവസാനം സർക്കാരിനെതിരെ തന്നെ അത് തിരിഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു വിഷയമുണ്ടായപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? നാളുകളിൽ ഹാരിസ് ഡോക്ടർക്കെതിരെ ഒരു കേസ് വന്നേക്കാം, അദ്ദേഹം കള്ളനായേക്കാം. ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ സർക്കാർ അദ്ദേഹത്തിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്ത് ഇതേപോലെ അദ്ദേഹത്തിനെ കള്ളനാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ആരോഗ്യ മേഖലയിലെ അനാസ്ഥയെ തുറന്നു കാണിക്കാൻ ശ്രമിച്ച ഡോക്ടർ ഹാരിസിനെ അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചപ്പോൾ ആ കുഴിയിൽ വീണിരിക്കുന്നത് സർക്കാർ തന്നെയാണ്. അദ്ദേഹത്തിന് ഇതുവരെ ഉണ്ടായിരുന്ന പരാതികളെല്ലാം തന്നെ സർക്കാർ പിൻവലിച്ചു, അല്ലെങ്കിൽ ഇനി കേസ് എടുക്കുന്നില്ല എന്നുള്ള അവസ്ഥ വരെ കാര്യങ്ങളെത്തി. ഇന്നലെ വരെ പറഞ്ഞിരുന്ന ഒരു രീതിയല്ല ഇന്ന് ആരോഗ്യമന്ത്രി പറയുന്നത്. ഇന്നലെ വരെ എന്ത് നടപടിയും സ്വീകരിക്കണമെന്ന് പറഞ്ഞിരുന്ന വ്യക്തി ഇന്നിപ്പോൾ നടപടി ഒന്നും സ്വീകരിക്കുന്നില്ല എന്നുള്ള നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു മാറ്റം? അവിടെ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട്. കുറ്റം ചെയ്തിട്ടും അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് അതിനൊരർത്ഥം. സർക്കാരിന് ഒരു ഔദാര്യം പോലെ. അതെ, സർക്കാരിൻ്റെ ഒരു ഔദാര്യം പോലെ ഞങ്ങൾ നടപടി ഒന്നും എടുക്കുന്നില്ല, നീ പൊക്കോ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മട്ടിലാണ് സർക്കാരിൻ്റെ ഒരു രീതി. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ? അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ ഒരു സാധാരണപ്പെട്ട മനുഷ്യന് പോലും നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കോ കേരളത്തിലെ ആശുപത്രികളിലേക്കോ പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നതാണ്, അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അവരനുഭവിക്കുന്ന വേദനയാണ്. ആ വേദനയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. അത് ഈ നാട്ടിലെ എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ്. പക്ഷേ തങ്ങൾക്കെതിരെ ആയതുകൊണ്ട്, തങ്ങൾ നടത്തുന്ന ഒരു സംവിധാനത്തിനെതിരെ ആയതുകൊണ്ട് ഇത് തങ്ങൾക്കെതിരായി വരുമെന്നുള്ള തെറ്റായിട്ടുള്ള ധാരണയിൽ ആരോഗ്യമന്ത്രി എടുത്ത നിലപാടുകളാണ്. ആ നിലപാടുകളെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ആ നിലപാടുകൾക്ക് അവസാനം സ്വയം കുഴി തോണ്ടി അതിൽ വീഴുന്നൊരവസ്ഥ എത്തിയപ്പം ആ പ്രശ്നത്തെ എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്നൊരവസ്ഥയിലേക്ക് സർക്കാരും ആരോഗ്യമന്ത്രിയും എത്തി എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടർമാരുടെ സംഘടനകൾ വരെ പറഞ്ഞു, ഞങ്ങൾ ഹാരിസ് ഡോക്ടർക്കൊപ്പമാണ്, അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടി എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതിഷേധമായിട്ട് ഇറങ്ങുമെന്നവർ നിലപാട് അറിയിച്ചു. അങ്ങനെ സർക്കാരിനെ മൊത്തത്തിൽ ടൈറ്റ് ചെയ്തു. അവസാനം ജനങ്ങളും കൂടെ സർക്കാരിനെതിരാകുമെന്ന് കണ്ടതുകൊണ്ട് സർക്കാർ അതിൽ നിന്ന് തലയൂരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ആരോഗ്യമന്ത്രിയുടെ നിലപാടൊക്കെ മാറ്റിയിട്ട് കുറച്ചുകൂടെ ഇല്ല, അദ്ദേഹത്തിനെതിരെ ഞങ്ങൾ വലിയ രീതിയിലുള്ള ആക്ഷനൊന്നും എടുക്കുന്നില്ല, അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് വരെ ആ റിപ്പോർട്ടിൽ നിന്ന് മാറി എന്നാണ് ഒരു അതിശയം. കഴിഞ്ഞ ദിവസങ്ങളിൽ അവരൊരു വലിയൊരു നാടകമൊക്കെ കളിച്ചു. അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് തേടാൻ വന്നിട്ട് പത്രപ്രവർത്തകരുടെ മുമ്പിലൊക്കെ വന്നിട്ട് വലിയ രീതിയിലുള്ള നാടകങ്ങളാണ് അവിടെ അരങ്ങേറിയത്. ആ നാടകങ്ങളുടെ അവസാനം വാളെടുത്തവൻ വാളാൽ എന്നൊക്കെ പറയുന്ന തൊട്ട് അവസാനം സർക്കാരിനെതിരെ തന്നെ അത് തിരിഞ്ഞു. അങ്ങനെ ലാസ്റ്റ് സർക്കാർ പ്രതിസന്ധിയിലായപ്പോഴാണ് അവർ നിലപാട് മാറ്റിയതും അവരെങ്ങനെങ്കിലും ഇതിൽ നിന്ന് ഊരിപ്പോയാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. അതായത് സർക്കാരിന്റെ നിലപാട് മാറ്റിയെന്നതിലുപരി ഒരു നിലപാടില്ലാത്തൊരവസ്ഥയിലേക്ക്, പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തത ഇല്ലാത്ത രീതിയിലേക്ക് മാറി. കാര്യം ഈ ഒരു വാർത്ത തുടക്കത്തിൽ വന്ന സമയത്ത്, ഈ ഒരു ഉപകരണം ഇല്ല എന്നുള്ളൊരു മെഡിക്കൽ കോളേജിൽ ഉപകരണം ഇല്ല എന്നുള്ള വാർത്ത വന്ന സമയത്ത് സർക്കാർ പറഞ്ഞിരുന്നു കറ കളഞ്ഞ ഒരു ഉദ്യോഗസ്ഥനാണ് ഈ ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു നല്ലൊരു പാർട്ടി പ്രവർത്തകനാണ്, തെറ്റൊന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആ ഒരു രീതിയിൽ പറഞ്ഞ് അദ്ദേഹത്തെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ് സർക്കാരിന്റെ കൂടെ ചേർത്ത് നിർത്താമെന്ന് ശ്രമിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം അതിന് വഴങ്ങാതെ പറഞ്ഞ സ്റ്റാൻഡിൽ തന്നെ നിലകൊണ്ടപ്പോഴാണ് സർക്കാർ മറ്റൊരു ഐഡിയ ആയിട്ടും രംഗത്ത് വന്നത്. അല്ല, ഇതിനു മുമ്പോട്ടുള്ള ചർച്ചകൾ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആദ്യം ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു വിഷയം ഉണ്ടായപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? നാളുകളിൽ ഹാരിസ് ഡോക്ടർക്കെതിരെ ഒരു കേസ് വന്നേക്കാം, അദ്ദേഹം കള്ളനായേക്കാം, അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ വന്നേക്കാം. ഇത് നമ്മൾ നേരത്തെ മുൻകൂട്ടി പറഞ്ഞതാണ്. അത് നമുക്കറിയാം എങ്ങനെയാണ് ഈ സർക്കാർ ബാക്കിയുള്ളവരെ കൈകാര്യം ചെയ്യുന്നത്. കാലാകാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ സർക്കാരുകൾ ഇവിടെ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അവരുടെ കയ്യിലേക്ക് എല്ലാ കാര്യങ്ങളും എത്തിക്കാൻ വേണ്ടി ഓരോ ഉദ്യോഗസ്ഥനെയും ഈ രീതിയിലാണ് അവർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ADM നവീൻ ബാബുവിൻ്റെ കേസ് വരെ നമ്മൾ എടുത്തു നോക്കിയാൽ മതി. എങ്ങനെയാണ് ഒരു അഴിമതിയില്ലാത്ത ഇത്രയും വർഷം കൃത്യമായി ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ, അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ആ സംവിധാനം എത്രത്തോളം അദ്ദേഹത്തെ ക്രൂശിച്ചുണ്ടാകാം? അതേ ഒരു അവസ്ഥയിലൂടെയാണ് ഡോക്ടർ ഹാരിസ് കടന്നു പോകുന്നത്. അദ്ദേഹം പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടാണ്. ഒരു മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ അദ്ദേഹം പൊട്ടിക്കരയുന്നത് നമ്മൾ തന്നെ വിചാരിക്കും, എന്തിനാണ് അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ പൊട്ടിക്കരയേണ്ടത്? കാരണം അദ്ദേഹത്തിന് ജീവിതത്തിൽ ലഭിച്ചേക്കാമായിരുന്ന സൗഭാഗ്യങ്ങൾ,
ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞായിരുന്നെങ്കിൽ 15 ലക്ഷവും 16 ലക്ഷവും ശമ്പളം വാങ്ങി അദ്ദേഹത്തിന് ജീവിക്കാമായിരുന്നു. അതെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ സർക്കാരിൻ്റെ സംവിധാനത്തിലാണ് ചെറുപ്പം മുതൽ പഠിച്ചു വന്നത്. അപ്പം എൻ്റെ നാടിന് വേണ്ടി, സർക്കാരിന് വേണ്ടി, സർക്കാർ സംവിധാനങ്ങൾക്ക് വേണ്ടി എനിക്ക് ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇവിടെ ജോലി ചെയ്യുന്നത്. അത് അദ്ദേഹം നമ്മുടെ നാടിന് കൊടുക്കുന്നൊരു സന്ദേശമാണ്. നമ്മളെല്ലാവരും പറയും നിങ്ങൾ നാളെയുടെ വാഗ്ദാനങ്ങളാണ്, ഈ നാടിന് വേണ്ടി ജീവിക്കേണ്ടവരാണെന്ന് നമ്മൾ ഓരോ കുട്ടികളുടെ മുമ്പിൽ ചെന്ന് പലപ്പോഴും നമ്മളെല്ലാവരും പ്രസംഗത്തിലൂടെ പറയും. ആ പ്രസംഗത്തിൽ പറയുന്നത് എല്ലാവരും ഒരേപോലെ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇത്രയേറെ സംവിധാനങ്ങൾ കയ്യിൽ വരാനുണ്ടായിട്ടും അതെല്ലാം ഉപേക്ഷിച്ച് സർക്കാരിന് വേണ്ടി, ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യൻ നിലകൊള്ളുകയാണെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയല്ലേ വേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടത് പിന്തുണ കൊടുക്കുകയല്ലേ വേണ്ടത്. ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ സർക്കാർ അദ്ദേഹത്തിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്ത് ഇതേപോലെ അദ്ദേഹത്തിനെ കള്ളനാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അദ്ദേഹം സർക്കാരിനെതിരെ ഒരു കാര്യം തുറന്നു പറഞ്ഞു, അത് സർക്കാരിന് ഇഷ്ടപ്പെട്ടില്ല. ആദ്യമേ ഇതിന് എതിരഭിപ്രായമായി വന്ന ആരാണ്? പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി വരെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ ആരോപണങ്ങൾക്കെതിരെ അദ്ദേഹത്തിനെ കുറ്റക്കാരനായിട്ട് ആദ്യമേ ചുമത്തി. പിന്നീടാണ് ഈ വിഷയങ്ങൾ മാറി മറിയുന്നത്. ജനങ്ങൾ ഡോക്ടർക്കൊപ്പമാണ്, ബാക്കിയുള്ള ഡോക്ടർമാരും അദ്ദേഹത്തിനൊപ്പമാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ഇത് തങ്ങൾക്കിട്ടുള്ള പണിയാണ്, അല്ലെങ്കിൽ ഇത് തങ്ങൾക്ക് തിരിച്ചു വരും, ആ കർമ്മം നമുക്ക് തിരിച്ചു വരും എന്നുള്ള സർക്കാരിൻ്റെ ഒറ്റ തോന്നലിലാണ് സർക്കാർ മാറ്റിപ്പിടിക്കാൻ നോക്കിയത്. എന്നിട്ടും അദ്ദേഹത്തിനെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിനെ ആ പ്രശ്നങ്ങളിൽ നിന്നും അത് പ്രശ്നങ്ങളല്ല, അത് മറ്റൊരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടി സർക്കാർ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. പക്ഷെ അതിലൊന്നും അദ്ദേഹം വീണില്ല. അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ്? ആശുപത്രിയിൽ രോഗികൾ വരുമ്പോൾ അവർക്ക് ചികിത്സാ സൗകര്യം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ പല പേരുകൾ പറഞ്ഞ് രോഗികളെ പറ്റുകയാണ്. ഇതുപോലെ മിഷീനുകൾ പലതും സമയം കഴിഞ്ഞതാണ്. പല ബ്യൂറോക്രസിൻ്റെയും അടുത്ത് അദ്ദേഹം കയറി ഇറങ്ങി. എന്നിട്ടും അദ്ദേഹത്തിന് ആ ഒരു ഫയൽ ഒന്ന് ഒപ്പിട്ട് കിട്ടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിൻ്റെ പ്രതിഷേധമാണ് അദ്ദേഹം തീർത്തത്. അത് നമ്മുടെ നാട്ടിലെ സാധാരണപ്പെട്ട ഓരോ മനുഷ്യനും അനുഭവിക്കുന്നതല്ലേ. ഇപ്പോൾ ഒരു വില്ലേജ് ഓഫീസിൽ ചെന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ ചെന്നാൽ സാധാരണക്കാരൻ ഇന്നും അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. ഈ ഫയലുകൾക്കിടയിലെ ചുമന്ന തണ്ടിൽ കിടന്ന് അത് അവിടെ തീരുന്നൊരു അവസ്ഥ. പലപ്പോഴും എന്തെങ്കിലും ലോണിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും പറ്റി കിട്ടിയോ, എന്തെങ്കിലും മറ്റു കാര്യങ്ങളുമായിട്ട് ഏതെങ്കിലും സർക്കാർ ഓഫീസിലേക്ക് എന്തെങ്കിലും പരാതിയുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ പരാതികൾക്ക് അന്ത്യമില്ലാതെ ആ ഓഫീസ് ഫയലുകളിൽ അവിടെ ആ ഷെൽഫിൽ അവസാനിക്കുന്നതാണ് പലരുടെയും ജീവിതം. ആ ജീവിതത്തെയാണ് അദ്ദേഹം തുറന്നു കാട്ടാൻ ശ്രമിച്ചത്. അതുപോലെ തന്നെ ഇത് തുറന്നു കാട്ടാൻ ശ്രമിക്കുന്ന മറ്റു പലർക്കും ഉള്ളിൽ ഭയമുള്ളതും ഇത് തന്നെയായിരിക്കാം. നാളുകളിൽ ഹാരിസാകാൻ താല്പര്യമില്ലാത്തവരായിരിക്കാം ഇന്ന് തുറന്നു പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതെല്ലാം മനസ്സിൽ സൂക്ഷിക്കുന്നവർ. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ഡോക്ടർമാർക്കും രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം ഉണ്ടായിട്ടും അവർ ഹാരിസ് ഡോക്ടറെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്താണ് ശരി. അത്രത്തോളം രാഷ്ട്രീയം ഉണ്ടായിട്ടും ഇടതുപക്ഷ അനുഭാവികൾ വരെ, അങ്ങനെയുള്ള ഡോക്ടർമാർ വരെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണ്? സാധാരണപ്പെട്ടവൻ അനുഭവിക്കുന്ന വിഷമമാണ് ഇത്. സാധാരണപ്പെട്ട ആളുകൾ എല്ലാ ദിവസവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ അനുഭവിക്കുന്ന വിഷമങ്ങളാണ്. കിടക്കാൻ ബെഡില്ല, തറയിൽ കിടക്കേണ്ട അവസ്ഥ. പല രോഗികളെയും കാണുമ്പോൾ നമുക്ക് തന്നെ വിഷമം വരും. ചിലപ്പം ഓപ്പറേഷൻ കഴിഞ്ഞ് അപ്പം തന്നെ വാർഡിലേക്ക് കൊണ്ടുവരും, വാർഡിലിടാൻ സ്ഥലമില്ല. അവസാനം എന്ത് ചെയ്യും? ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വരാന്തയിൽ കിടക്കേണ്ട ഒരു അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിലാണ്, 1-ാം നമ്പർ എന്ന് പറയുന്ന കേരളത്തിലാണ് ആരോഗ്യ മേഖലയിൽ 1-ാം നമ്പർ. ആ 1-ാം നമ്പറുള്ള മേഖലയിൽ നിന്നാണ് ഇവിടെ പല പ്രമുഖന്മാരും അമേരിക്കയിലേക്കും വിദേശത്തേക്കും ഇവിടുത്തെ സർക്കാർ സാധാരണപ്പെട്ട ജനങ്ങളുടെ പൈസ എടുത്ത് ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നത് അല്ലേ? എന്നിട്ടും സാധാരണക്കാരൻ ഇതെല്ലാം ക്ഷമിക്കുന്നുണ്ട്, ഇതെല്ലാം കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട്. എന്നിട്ടും അവൻ്റെ മേലിൽ കുതിര കയറിക്കൊണ്ടിരിക്കുകയാണ്. അവനെ തിരിഞ്ഞുപോലും നോക്കാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ ഒരു ഡോക്ടർ പ്രതികരിച്ചപ്പോൾ ആ ഡോക്ടറെ കള്ളനാക്കാനുള്ള ശ്രമം അത് തീർത്തും അപലപനീയമാണ്. അങ്ങനെയുള്ള വിഷയങ്ങൾ എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും ഈ ആരോഗ്യ മേഖല ഒരു പാളിച്ചയാണ് എന്ന്, അല്ലെങ്കിൽ ആരോഗ്യ മേഖല തകർച്ചയിലേക്കാണ് പോകുന്നതെന്ന് സാധാരണപ്പെട്ട ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേൾക്കാൻ അവർ ബാധ്യസ്ഥരാണ്.